നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ കാട്ടിയ സാഹസത്തിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയത് നമ്മൾ കണ്ടതാണ്. ഈ മറുപടിയിലുടനീളം നിഴലിച്ചു നിന്നിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ ആക്രമണങ്ങളുടെ കൃത്യമായി എവിടെ മിസൈൽ വീഴണം എന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു. ആ സ്ഥലത്ത് തന്നെ അണുവിട തെറ്റാതെ ഇന്ത്യയുടെ മിസൈലുകളും ബോംബുകളുമെല്ലാം അവിടെ തന്നെ പതിക്കുന്നു. അങ്ങനെ ശത്രുവിനെ ഞെട്ടിക്കുന്നു. ശത്രു ഇങ്ങോട്ട് വിക്ഷേപിച്ച ഡ്രോണുകളും മിസൈലുകളുമെല്ലാം ലക്ഷ്യം കാണാതെ പോകുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ച് രാഷ്ട്രത്തെ ശത്രുവിൻ്റെ മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചത് ആക്രമണത്തിലെ ഈ കൃത്യതയാണ്. ശത്രുവിന് വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്, ശത്രുവിനെ തിരികെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട്, റഡാർ അടക്കമുള്ള ഉപകരണങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ആദ്യത്തെ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് വെറും 22 മിനിറ്റ് കൊണ്ടായിരുന്നു. 22 മിനിറ്റ് കൊണ്ട് 25ഓളം മിസൈലുകൾ ഉപയോഗിച്ച് 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് ഇന്ത്യ ആദ്യമായി ചെയ്തത്. അതിന് തിരിച്ചടി എന്നോണം ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുമ്പോഴാണ് പിന്നെ 3 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ സൈനിക നടപടിയിലേക്ക് അത് മാറുന്നത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ കൃത്യതയാണ്. 3 ദിവസത്തെ യുദ്ധം കൊണ്ട് തന്നെ വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടാൻ കാരണവും ഇന്ത്യയുടെ ഈ കൃത്യത തന്നെയായിരുന്നു. കൃത്യതയുള്ള കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ എയർഫോഴ്സ് തയ്യാറെടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇസ്രായേലിൻ്റെ ഐസ് ബ്രേക്കർ എന്ന മിസൈൽ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അത്യാധുനിക മിസൈലാണ് ഈ ഇസ്രായേലിൻ്റെ ഐസ് ബ്രേക്കർ എന്ന മിസൈൽ. ഐസ് ബ്രേക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അതിൻ്റെ കൃത്യതയാണ്. കൃത്യമായ സ്ഥലത്ത് ആക്രമണം നടത്താൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഐസ് ബ്രേക്കറിനെ സംബന്ധിച്ചിടത്തോളം AI സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മിസൈലാണ്. അതുകൊണ്ട് തന്നെ ഈ മിസൈലിന് ഒരു കൃത്യമായ ലക്ഷ്യസ്ഥാനം നിശ്ചയിച്ചു കൊടുത്താൽ ആ ലക്ഷ്യസ്ഥാനം ഭേദിക്കുക തന്നെ ചെയ്യും. കാരണം ഈ മിസൈലിനെ കബളിപ്പിക്കാൻ സാധ്യമല്ല. സാധാരണഗതിയിൽ മിസൈലുകളിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രതിരോധിക്കാനായി പലപ്പോഴും നമ്മുടെ സൈന്യം GPS ജാമറുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ GPS സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിസൈലുകൾക്ക് ഈ ജാമറുകളുടെ പരിധിയിൽ വരുമ്പോൾ തന്നെ ലക്ഷ്യം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ GPS ജാമറുകൾ ഉണ്ടെങ്കിലും സ്വന്തമായി പ്രവർത്തിച്ച് ലക്ഷ്യം കണ്ടെത്താനുള്ള കഴിവ് ഈ ഐസ് ബ്രേക്കർ മിസൈലിനുണ്ട്. മാത്രമല്ല, വളരെ താഴ്ന്നു പോലും സഞ്ചരിക്കാനുള്ള ഒരു കഴിവ് ഈ മിസൈലിനുള്ളത് കൊണ്ട് തന്നെ റഡാറുകൾക്ക് ഈ മിസൈലുകളെ കണ്ടുപിടിക്കാനാകില്ല. മാത്രമല്ല, ആകാശത്ത് വെച്ച് ഈ മിസൈലുകളെ തകർക്കാൻ കഴിയില്ല. ഏതൊരു വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാനുള്ള ശക്തി മിസൈലുകൾക്കുണ്ട്, അതായത് ഐസ് ബ്രേക്കർ മിസൈലുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് മിസൈലുകളാണ് കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടന്ന ആക്രമണത്തിൽ ഇന്ത്യ ഉപയോഗിച്ചത്. എന്നാൽ അതിനേക്കാൾ വളരെ കൃത്യതയുള്ള ഈ ഐസ് ബ്രേക്കർ മിസൈലുകൾ കൂടി ഇസ്രായേലിൽ നിന്നും സ്വന്തമാക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത, റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത, കൃത്യതയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത AI സാങ്കേതിക വിദ്യ അടക്കം സ്വന്തമായി ശത്രുവിനെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള കഴിവുള്ള ഇത്തരം മിസൈലുകളും ആയുധങ്ങളുമെല്ലാം ഇന്ത്യ ഇനിയും സ്വന്തമാക്കും എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ ഐസ് ബ്രേക്കർ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് കൈവരാൻ പോകുന്നു. അതിനായിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളുമെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. എത്രയും വേഗം തന്നെ ഈ ഐസ് ബ്രേക്കർ മിസൈലുകൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകും എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.